പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 12-കാരിയുടെ അമ്മ സുപ്രീം കോടതിയിൽ. പെരുന്നാട്ടിൽ 2022 മരിച്ച അഭിരാമിയുടെ അമ്മ രജനിയാണ് കോടതിയെ സമീപിച്ചത്. പൊതുനിരത്തുകളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണം, തനിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്നും അമ്മ രജനി റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. തെരുവുനായ വിഷയത്തിലുള്ള ആ ഒരു കാര്യം ഇന്ന് സുപ്രീം കോടതിയിൽ എടുക്കണം. അപ്പം നമുക്കുണ്ടായ പ്രശ്നങ്ങൾ നമുക്കല്ലാതെ ഇനി മറ്റൊരാൾ കൂടി ഇതുണ്ടാകാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പൊ പോയിരിക്കുന്നത്. നിരത്തിൽ വേറെ ഇറങ്ങി നടന്ന് അങ്ങനെയാണ് പൊതുജനങ്ങൾ ഇത് കടിക്കുന്നത്. അപ്പൊ ഇതിനെ ഇവിടെ നിരത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ഷെൽട്ടറിലേക്ക് ആക്കണമെന്നും അല്ലാതെ വളർത്തുന്നവരാണെങ്കിൽ വളർത്തുന്നവര് കൂട് പണിതോ അങ്ങനെ ആക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ ഒരു കോടതി വിധിയിലേക്ക് വരുമെന്നാണ് ഞങ്ങളുടെ വിധി തീരുമാനം. ഇനി ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത്. ഇങ്ങനെ ഒരു കാര്യം ഇനി ആവർത്തിക്കാൻ പാടില്ല. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ തെരുവുനായ്ക്കളുടെ കാര്യത്തിൽ സുപ്രീം കോടതി വളരെ കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകിയ ദിവസം കൂടിയാണ്. അപ്പോൾ ഒരമ്മ, മകളെ നഷ്ടപ്പെട്ട അമ്മയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. എന്താണ് അവർ പറയുന്നത്? സ്മൃതി, 2022 കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്ന് 12 വയസ്സുണ്ടായിരുന്ന അഭിരാമിയുടെ മരണം സംഭവിച്ചത്. വിശദമായിട്ടുള്ള പരിശോധനയിൽ പേവിഷബാധയേറ്റാണ് അഭിരാമി മരിച്ചതെന്ന് വ്യക്തമായിരുന്നു. വീടിന് സമീപം പാല് വാങ്ങിക്കാൻ പോയപ്പോൾ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. മുഖത്തും കണ്ണിനുമൊക്കെ മാരകമായിട്ടുള്ള പരിക്ക് ഈ കടിയിൽ ഏറ്റിരുന്നു. അതിനുശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 3 ഡോസ് വാക്സിൻ എടുത്തിരുന്നു. പിന്നീട് പനി ലക്ഷണങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഈ വാക്സിൻ എടുത്തതിന് ശേഷവും മരണം സംഭവിച്ചത് സംബന്ധിച്ച് മാതാപിതാക്കളൊക്കെ അന്ന് പരാതി നൽകിയിരുന്നു. അവർക്ക് വളരെയധികം മനോവിഷമം ഉൾപ്പെടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയെ ഇപ്പോൾ മാതാവ് രജനി സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും ആവശ്യപ്പെടുന്നത് തെരുവുനായ്ക്കൾ അത് തെരുവുകളിൽ നിന്നും പൂർണ്ണമായി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ പോകണം, കേന്ദ്ര സർക്കാർ പോകണം. ഒപ്പം തന്നെ ഷെൽട്ടറുകളിലേക്ക് തെരുവുനായ്ക്കളെ മാറ്റുന്നതിനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ ഒരു ഹർജി ഏതായാലും മാതാവ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. അത് പരിഗണിച്ച് വേണ്ട നടപടികളിലേക്ക് പോകുമെന്നാണ് രജനിയുടെ പ്രതീക്ഷ. കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യം കൂടി രജനി പറയുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.